നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്നാൽ ഇപ്പോൾ വിഷം ഉള്ളിൽ ചെന്ന് കറാച്ചിയിലെ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് ദാവൂദ് ഇബ്രാഹിം എന്ന വാർത്ത പുറത്തു വരുമ്പോൾ പാക് ഭരണകൂടത്തിന് അത് മുഖത്തേറ്റ അടിയാകുന്നു. ദാവൂദ് മരിച്ചു എന്ന അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ എന്നും ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചിട്ടുള്ള തുറുപ്പ് ചീട്ടാണ് ദാവൂദ്. ഭീകരവാദവും കള്ളനോട്ടും മയക്കുമരുന്നും ഇറക്കി ഇന്ത്യയുടെ നെഞ്ച് പിളർത്തിയിട്ടുള്ള കൊടും ക്രിമിനൽ. ദാവൂദിന്റെ മരണം ഇന്ത്യയുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ചികിത്സ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അജ്ഞാതനാണ് ദാവൂദിന് വിഷം നൽകിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിവരങ്ങൾ. ഇന്ത്യയുടെ പിടികിട്ടാപ്പുള്ളിക്ക് അതീവ രഹസ്യമായി അജ്ഞാതൻ വിഷം കൊടുത്തുവെന്നാണ് വ്യാഖ്യാനം. ഇന്ത്യയിൽ വിവിധ തീവ്രവാദ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന ഭീകരരിൽ പലരും അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ദാവൂദിന് നേരെയും വധശ്രമം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പാകിസ്ഥാനിലെ ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ദാവൂദിന് അടുപ്പമുള്ള ആരോ വിഷം നൽകി അയാൾക്ക് സുഖമില്ലാതായി തുടർന്ന് കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ്. ദാവൂദിന്റെ നില അതീവ ഗുരുതരമാണെന്നും കനത്ത സുരക്ഷയിലാണ് ദാവൂദിനെ സൂക്ഷിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊലപാതക ശ്രമമാണ് നടന്നതെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരും ഒന്നും സ്ഥിരീകരിക്കുന്നില്ല. കറാച്ചിയിലെ ആശുപത്രിയുടെ ഒരു നില ദാവൂദിനു വേണ്ടി മാത്രം നീക്കിവെച്ചിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ. വൻ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ ആശുപത്രി ഉന്നത വൃത്തങ്ങൾക്കും ദാവൂദിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കും മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത്. 16ഓളം ഭീകരരാണ് പാകിസ്ഥാനിൽ പലയിടത്തായി മാസങ്ങൾക്കുള്ളിൽ അജ്ഞാത ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. എല്ലാം ഇന്ത്യയിൽ ആക്രമണം നടത്തിയവരാണ്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ ഏജൻസികളാണെന്ന സംശയം ഭീകര സംഘടനകൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോഴും പാകിസ്ഥാൻ ഈ വിഷയങ്ങളിൽ മൗനം തുടർന്നു. പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷയിൽ ചർച്ചകൾ ഉയരാതിരിക്കാനായിരുന്നു ഇത്. ഇതിന് പിന്നാലെയാണ് ദാവൂദ് ആശുപത്രിയിലാകുന്നത്. ഈ വിഷയത്തിൽ ഒന്നും പറയാൻ പാകിസ്ഥാന് കഴിയില്ല. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പ്രഖ്യാപിത കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിം. കറാച്ചിയിൽ ദാവൂദ് താമസിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാന് അതുകൊണ്ട് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയില്ല. അങ്ങനെ സ്ഥിരീകരിച്ചാൽ ദാവൂദിനെ കസ്റ്റഡിയിൽ എടുത്ത് ഇന്ത്യക്ക് കൈമാറേണ്ട സ്ഥിതി വരും. ചികിത്സയിലില്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യ കൂടുതൽ തെളിവ് പുറത്തുവിടുമെന്നും പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിലും പാകിസ്ഥാൻ മൗനം തുടരും. പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസം ജാവേദിന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛനാണ് ദാവൂദ്. ഇത് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാവൂദ് ഇബ്രാഹിം വിഷബാധയേറ്റ ആശുപത്രിയിലാണെന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിനിടെ പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് തടസ്സമുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയാനാണ് ഇന്റർനെറ്റ് അടച്ചുപൂട്ടൽ എന്ന് അർസു കാസ്മി എന്ന പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ യൂട്യൂബിൽ പ്രതികരിച്ചു. എക്സിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം പാകിസ്ഥാനിൽ നിയന്ത്രണമുണ്ട്.